ശിവപുരാണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഏടുകളിൽ ഒന്നിൽ നിന്നാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ആരംഭിക്കുന്നത്. കൈലാസനാഥനായ പരമശിവന്റെയും പത്നി സതീദേവിയുടെയും കഥയാണിത്. കഥ തുടങ്ങുന്നത് കൈലാസത്തിൽ നിന്നാണ്. ദക്ഷ പ്രജാപതിയുടെ മകളായ സതീദേവി പിതാവിന്റെ അഹങ്കാരത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പരമശിവനെ വിവാഹം കഴിച്ചത്. ത്രിലോകങ്ങൾ ഭരിക്കുന്ന പ്രജാപതിയായിട്ടും തന്റെ മകൾ ഭസ്മധാരിയായ ഒരു അവധൂതന്റെ കൂടെ പോകുന്നത് ദക്ഷന് സഹിക്കാനായില്ല. മഞ്ഞുമൂടിയ കൈലാസ പർവ്വതത്തിൽ ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞ് സതീദേവി പരമശിവനൊപ്പം അങ്ങേയറ്റം സന്തോഷവതിയായി വസിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ദക്ഷയജ്ഞം എന്ന മഹായാഗം നടത്താൻ തീരുമാനിച്ചത്. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ദേവന്മാരെയും ഋഷിവര്യന്മാരെയും അദ്ദേഹം ക്ഷണിച്ചു. എന്നാൽ പക കാരണം സ്വന്തം മകളായ സതിയെയോ മരുമകനായ ശിവനെയോ യാഗത്തിന് ക്ഷണിച്ചില്ല. ആകാശം മുഴുവൻ സ്വർണപ്രഭ വിതറിക്കൊണ്ട് അലങ്കരിച്ച രഥങ്ങളിലും വിമാനങ്ങളിലും ദേവന്മാരും അപ്സരസുകളും ദക്ഷന്റെ യാഗശാലയിലേക്ക് ഒഴുകിയെത്തി. ദേവന്മാർ വിമാനങ്ങളിൽ യാഗത്തിന് പോകുന്നത് കണ്ട സതീദേവിക്ക് കുട്ടിക്കാലം ചിലവഴിച്ച സ്വന്തം വീട്ടിലെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹം തോന്നി. ദേവി ശിവനോട് അനുവാദം ചോദിച്ചു. എന്നാൽ ത്രികാലജ്ഞാനിയായ ഭഗവാൻ സതിയെ വിലക്കി. പ്രിയെ, ക്ഷണിക്കപ്പെടാത്തിടത്ത് പോകുന്നത് ഉചിതമല്ല. നിന്റെ പിതാവിന് എന്നോട് വിദ്വേഷമാണ്. അവിടെ ചെന്നാൽ നിനക്ക് അപമാനം മാത്രമേ ലഭിക്കൂ. ബഹുമാനിക്കപ്പെടേണ്ടവർ അപമാനിച്ചാൽ അത് മരണത്തേക്കാൾ വേദനാജനകമാണ് എന്ന് ശിവൻ മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ പിതാവിനെ കാണാനുള്ള അതിയായ മോഹത്താൽ ഭർത്താവിന്റെ വാക്കുകൾ പോലും അവഗണിച്ചുകൊണ്ട് സതീദേവി നന്ദിയുടെ പുറത്തേറി യാത്രയായി. വിധിയുടെ വിളി കേട്ടെന്ന പോലെ ആ ദുരന്തത്തിലേക്ക് ദേവി മെല്ലെ നടന്നു നീങ്ങി. ദക്ഷന്റെ യാഗശാലയിലെത്തിയ സതീദേവിയെ കാത്തിരുന്നത് ഭയാനകമായ നിശബ്ദതയായിരുന്നു. അച്ഛനെ കണ്ട സന്തോഷത്തിൽ ഓടിയെത്തിയ മകളെ ദക്ഷൻ ഗൗനിച്ചതേയില്ല. സ്നേഹത്തോടെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹം മുഖം തിരിച്ചു കളഞ്ഞു. അവഗണന മാറ്റി നിർത്തിയാൽ അവിടെ കണ്ട കാഴ്ച സതിയെ ഞെട്ടിച്ചു. യാഗഭൂമിയിൽ ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന് മാത്രം ഹവിസ് അഥവാ യാഗവിഹിതം വെച്ചിരുന്നില്ല. ഇത് ചോദ്യം ചെയ്ത സതീദേവിയെ നോക്കി ദക്ഷൻ പൊട്ടിച്ചിരിച്ചു. കൂടി നിന്ന സദസ്സിനെ സാക്ഷിയാക്കി ദക്ഷൻ ശിവനെ അങ്ങേയറ്റം നിന്ദിച്ചു സംസാരിച്ചു. ശ്മശാനവാസിയും പാമ്പുകളെ അണിഞ്ഞവരും അമംഗളകാരിയുമായ അവന് എൻ്റെ യാഗത്തിൽ സ്ഥാനമില്ല എന്ന് ദക്ഷൻ ആക്രോശിച്ചു. പ്രാണനാഥനായ ഭഗവാനെക്കുറിച്ചുള്ള നിന്ദാവാക്കുകൾ കേട്ട സതീദേവിയുടെ ഹൃദയം തകർന്നു. ഭർത്താവിൻ്റെ മുന്നറിയിപ്പുകൾ സത്യമായിരുന്നു എന്ന് ദേവി തിരിച്ചറിഞ്ഞു. അപമാനഭാരത്താൽ ദേവിയുടെ കണ്ണുകൾ ചുവന്നു. ശിവനിന്ദ കേട്ട ഈ ചെവികളും ദക്ഷനായ നിന്റെ രക്തം ഓടുന്ന ഈ ശരീരവും ഇനി എനിക്ക് വേണ്ട. ഞാനിതാ ഈ ശരീരം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് മനം നൊന്ത ദേവി അവിടെ വെച്ച് യോഗാഗ്നി ജ്വലിപ്പിച്ചു. നിമിഷ നേരം കൊണ്ട് ഉള്ളിൽ നിന്ന് ആളിക്കത്തിയ അഗ്നിയിൽ സതീദേവി സ്വയം സമർപ്പിച്ചു. സതീദേവി ആത്മഹൂതി ചെയ്തു. പ്രിയതമയുടെ വിയോഗമറിഞ്ഞ പരമശിവൻ തൻ്റെ ജട പറിച്ചെറിഞ്ഞ് വീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിക്കുകയും ദക്ഷയാഗം തകർത്തെറിയുകയും ചെയ്തു. വെന്തുരുകിയ തൻ്റെ പ്രിയതമയുടെ ശരീരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിയോഗദുഃഖം താങ്ങാനാവാതെ കൈലാസനാഥൻ അലറിക്കരഞ്ഞു. ആ വിലാപം ഒരു ഉഗ്രകോപമായി മാറി. പ്രപഞ്ചം മുഴുവൻ ആ ക്രോധാഗ്നിയിൽ വെന്തുരുകുന്നത് പോലെ തോന്നി. തുടർന്ന് സതിയുടെ മൃതശരീരം തോളിലേറ്റിക്കൊണ്ട് ഭഗവാൻ ഉലകം ചുറ്റുവാൻ തുടങ്ങി. പ്രിയതമയോടുള്ള സ്നേഹവും വേർപാടിൻ്റെ ദുഃഖവും ഭഗവാനെ ഉന്മത്തനാക്കി. ശിവന്റെ കോപം കൊണ്ട് ലോകം നശിക്കുമെന്ന അവസ്ഥ വന്നു. പ്രകൃതി നിശ്ചലമായി. ഒടുവിൽ ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം അയച്ചു. വിഷ്ണുദേവൻ അയച്ച ചക്രം സതീദേവിയുടെ ശരീരത്തെ പല കഷ്ണങ്ങളായി ഖണ്ഡിച്ചു. ദേവിയുടെ ശരീരഭാഗങ്ങൾ ഭാരതഭൂമിയുടെ പല ഭാഗങ്ങളിലായി ചിതറി വീണു. അവ ഓരോന്നും ഓരോ ശക്തിപീഠങ്ങളായി മാറി. ആ സമയത്ത് ഭാരതത്തിലെ സ്ത്രീകൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന സതീദേവിയുടെ മംഗല്യസൂത്രമായ താലി വന്നു വീണത് ഇവിടെയാണ്, ഈ തിരുവൈരാണിക്കുളത്ത്. ദേവിയുടെ താലി വീണ ഇടമായതുകൊണ്ട് തന്നെ ഇവിടെ കുടികൊള്ളുന്ന ദേവി മംഗല്യ വരദായിനിയാണ്. അതുകൊണ്ടാണ് തിരുവൈരാണിക്കുളത്തപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ എങ്ങനെയുള്ള ദാമ്പത്യ ദുരിതങ്ങളും അകലുമെന്നും
മംഗല്യഭാഗ്യം സിദ്ധിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നത്. ആ വിശ്വാസമാണ് ഇന്നും ഈ ക്ഷേത്രത്തെ നിലനിർത്തുന്നത്.